ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ 1056 കോടി അനുവദിച്ചുവെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്ക് ബോണസും അഡ്വാൻസും നൽകാൻ തുക അനുവദിച്ചു. ആശമാർക്ക് 1450 രൂപ ബോണസ്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത് ശരിയായില്ല. പ്രതികരണം: DGPയെ ഗവർണർ വിളിച്ചു വരുത്തിയ നടപടിയിൽ. നേട്ടങ്ങളിലേക്ക് വീണ്ടും വാതിൽ തുറന്ന വിഴിഞ്ഞം. ആഭ്യന്തര കയറ്റിറക്കുമതിക്ക് തുടക്കം. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമെന്ന് മുഖ്യമന്ത്രി. ഒരു ട്രാൻസ്ഷിപ്മെന്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. കരുവാറ്റ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രക 13കാരി. പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ. കൊലപാതകം ആസൂത്രിതമായ മോഷണ ശ്രമത്തിന്റെ ഭാഗമെന്ന് ആലപ്പുഴ SP. വയോധികൻ മോശമായി പെരുമാറിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മൊഴി. തൊടുപുഴയിൽ അമ്മയെ കൊന്നു മകൻ. കൊല്ലപ്പെട്ടത് ഇടവെട്ടി മയിലാടുംപാറ റേച്ചൽ ജോസഫ്. ലഹരിക്കടിമയായ മകൻ ലിജോ പോലീസ് കസ്റ്റഡിയിൽ. മാസപ്പടി കേസിൽ വീണയുടെ സഹസ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ്. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ N നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന. നന്ദുലാൽ വീണയുടെ ഭർത്താവ് PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത്. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന. കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. പങ്കാളികളെ കൈമാറുന്ന സംഘവുമായി ഭർത്താവിന് ബന്ധമെന്നും കൊല്ലം സ്വദേശിനി. ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം. 23 ക്രിമിനൽ കേസുകളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട്. പരിശോധിച്ചു വരികയാണെന്ന് കളക്ടർ. നടി സുകുമാരിയുടെ മരണം ആത്മഹത്യയെന്ന് സംശയം പ്രകടിപ്പിച്ച് സംവിധായകൻ വിനയൻ. പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീ പിടിച്ചു മരിച്ചുവെന്ന വാർത്ത ശരിയാണോ? സുകുമാരി ചേച്ചിയും എന്തെങ്കിലും തീരുമാനിച്ചിരുന്നുവോ എന്നിങ്ങനെ ചോദ്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചത് ആകാശഗംഗ സിനിമയുടെ ഓർമ്മ പങ്കുവച്ചെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ്. പട്ടികയിൽ പുറത്താകുന്നത് 1 കോടിയിലധികം പേർ. 3 മാസത്തേക്ക് നടപടി മരവിപ്പിച്ച് വീടുകളിലെത്തി സർവേ നടത്തണമെന്ന് പരാതിക്കാർ. സ്വാതന്ത്ര്യദിന പരേഡിനിടെ തൃശയ്ക്ക് സല്യൂട്ട് നൽകിയ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ DMK. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിജയുടെ അന്തസ് ഇല്ലാതായെന്ന് മുരശോലി എഡിറ്റോറിയൽ. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറം എന്നും വിമർശനം. ഹോർമുസ് അമേരിക്കൻ അധീനതയിലെന്ന ഭൂപടം ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പ്രകോപനം. വ്യവസ്ഥകൾ അമേരിക്ക നടപ്പാക്കും വരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ അമേരിക്ക ധാരണയെ പിന്തുണച്ച് ഖത്തർ. സഖ്യരാജ്യമായ ഒമാനെതിരെ US പ്രസിഡന്റിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഒമാൻ തടസ്സം നിന്നാൽ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ്. ഭീഷണി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവേ ഹമാസിനെ നിരായുധീകരിക്കുന്നതിന് മുൻപ് ഇരുപക്ഷവും ധാരണയിലെത്തിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ. പിടിച്ചെടുക്കുന്ന ഓരോ ആയുധവും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുമെന്നും ഇസ്രായേൽ. സ്വയം പ്രതിരോധത്തിനുള്ള പൂർണ്ണ അവകാശം ഇസ്രായേലിനുണ്ടെന്ന് മുന്നറിയിപ്പ്.
ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലും 30 ദിവസത്തിനുള്ളിൽ പുരോഗതി ഉണ്ടാകുമെന്ന് ജാരഡ് കുഷ്നർ. ഇമ്രാൻഖാന്റെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നതിനിടെ നിർണായക ഉത്തരവിറക്കി പാക് സുപ്രീം കോടതി. ഇമ്രാൻഖാനെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റണം. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന സർക്കാർ വാദം കോടതി തള്ളി. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാനിൽ 22 ആക്രമണങ്ങൾ. 26 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചെന്നും അവകാശവാദം. പ്രവിശ്യയുടെ 85% പ്രദേശങ്ങളും പിടിച്ചെടുത്തുവെന്ന അവകാശവാദം. സ്വന്തമായി കറൻസിയും പതാകയുമായി ബലൂചിസ്ഥാനിൽ പിടിമുറുക്കി ബലൂച്ച് സൈന്യം.